മഴ കുറച്ച് കുറയുമ്പോഴത്തേക്കും വെള്ളക്കെട്ടിന് ഇത്തിരി ശമനമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൽ ചവിട്ടിയിട്ട് കാല് കഴുകേണ്ട അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നേ കാല് ചൊറിഞ്ഞിട്ട് ഇരിക്കപ്പുറത്തേ ഉണ്ടാവില്ല. ഇനി നമുക്കിതേ വൈകുന്നേരത്തേക്കുള്ള ചായയും കടിയും ഉണ്ടാക്കാം. ഞാൻ ദേ ഏത്തപ്പഴം മേടിച്ചിട്ടുണ്ട്. പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. നല്ല പഴുത്ത പഴം കിട്ടി കേട്ടോ. അപ്പോൾ ദേ മൈദപ്പൊടി പിന്നെ 2 സ്പൂൺ കടലപ്പൊടി. ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഉള്ളത് കൊണ്ടിട്ട് ഇത്തിരി ചേർത്തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇച്ചിരി അരിപ്പൊടി, കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഇച്ചിരി പഞ്ചസാര. അപ്പോഴേക്കും എൻ്റെ ആല് ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണയാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണായിരുന്നേ. ആദ്യത്തെ ട്രിപ്പ് വറുത്ത് കോരിയതും അപ്പം തന്നെ ആള് പോയ സ്പീഡിൽ തന്നെ തിരിച്ച് വന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ റോട്ടിലെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്, കുറേ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. ആൾ സൈക്കിളുമായിട്ട് അവിടെ പോയി അലച്ചിന്തല്ല് വീണ്. പിന്നെ ഡ്രസ്സൊക്കെ നനഞ്ഞു കേട്ടോ. പിന്നെ രണ്ടാമത് വീട്ടിൽ വന്നിട്ട് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ആൾ ട്യൂഷന് പോയി. ആള് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 4:30 മണി കഴിയും. പിന്നെ വന്ന് മേലൊക്കെ കഴുകി ചായ കുടിച്ചിരിക്കാനുള്ള നേരമൊന്നുമില്ല, 5 മണിക്ക് ട്യൂഷന് പോകണം. അപ്പോൾ അതുകൊണ്ട് ആൾ പോയിട്ട് വന്നിട്ട് സാവകാശമൊക്കെ ചായ കുടിക്കാറുള്ളൂ കേട്ടോ. ഞാൻ ദേ ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആമിക്കും കൊടുത്തു. ആമിനെ ട്യൂഷന് പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിച്ച്. അതും കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിരിക്കലാണ്. ഇപ്പോൾ രാവിലെ അലക്കിയാലും വൈകുന്നേരം അലക്കിയാലും കണക്കാണല്ലോ, മഴ ആയതുകൊണ്ട്. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ.